നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. 1.5 പതിറ്റാണ്ടിന് മുമ്പ് കാണാതായ കടക്കക്കരപ്പള്ളി ബിന്ദു പത്മനാഭൻ കേസിലെ പ്രധാന പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയത്. എന്തായാലും ഇത് മനുഷ്യന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കത്തിയ നിലയിലായിരുന്നു അസ്ഥികൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാളുടെ പറമ്പിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയത്. മനുഷ്യൻ്റേത് തന്നെയെന്ന് ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അയാളൊരു ആരോപണ വിധേയനാണ്. ആ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ നിന്നും ഇത്തരത്തിലൊരു അസ്ഥികൂടം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ബിന്ദു പത്മനാഭൻ്റേതാണ് എന്ന ഒരു സംശയമാണ് നിലവിൽ നിലനിൽക്കുന്നത്. എന്തായാലും DNA പരിശോധന നടത്തി അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത്. ചേർത്തല കടക്കക്കരപ്പള്ളി ആലിങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നിവരെ കാണാതായ സംഭവങ്ങളിൽ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ്. ഈ ഒരു അന്വേഷണ പരിധിയിലാണ് സെബാസ്റ്റ്യൻ ആയിരിക്കുന്നത്. 2 പേരെ കാണാതായ കേസിലാണ്. അപ്പോൾ ഇതിൽ 2 പേരിൽ ആരെങ്കിലും ഒരാളാണോ ഇതെന്ന സംശയമാണ് നിലവിലുള്ളത്. എന്തായാലും ആരുടേതാണ് ഈ അസ്ഥികൂടം എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. പോലീസിന്റെ നിലവിലെ നിഗമനം ഈ അസ്ഥികൂടം ജൈനമ്മയുടേതാണ് എന്നാണ്. ഇത് സ്ഥിരീകരിക്കുന്നതിനായി DNA പരിശോധനയ്ക്കായി ജൈനമ്മയുടെ കുടുംബം ഇന്ന് സാമ്പിളുകൾ നൽകും. എന്തായാലും സെബാസ്റ്റ്യൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായതായാണ് സൂചന. കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചേർത്തല പള്ളിപ്പുറം ചെങ്ങത്തറ വീട്ടിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കിട്ടിയ അവശിഷ്ടങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് കാണാതായ 2 സ്ത്രീകളിൽ ഒരാളുടേതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ, അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ബിന്ദു പത്മനാഭൻ തിരോധാനം അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP K ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം 3 മണിയോടെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥിയുടെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. 2 സ്ഥലങ്ങളിൽ കുഴിയെടുത്ത ശേഷമായിരുന്നു ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചത്. ഇതോടെ വീടും പരിസരവും പോലീസ് നിയന്ത്രണത്തിലായി. പരിശോധന നടത്തിയത് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ശാസ്ത്രീയ പരിശോധനാ സംഘവും വിരലടയാള വിദഗ്ധരുമടക്കം വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പരിശോധനകൾ രാത്രി വൈകി നടന്നു. കടക്കക്കരപ്പള്ളി ആലിങ്കൽ പത്മനിവാസിൽ ബിന്ദു പത്മനാഭനെ 2013 ഓഗസ്റ്റ് മുതലാണ് കാണാതായത്. ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന് കാട്ടി 2017 സഹോദരൻ പ്രവീൺ ചേർത്തല പോലീസിൽ പരാതി നൽകിയത്. വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനാണ് തിരോധാനത്തിന് പിന്നിൽ എന്നായിരുന്നു പരാതിയിൽ ബന്ധുക്കൾ ആരോപിച്ചത്. പോലീസ് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൽ സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്ന സാഹചര്യമുണ്ടായി. കോട്ടയം ഏറ്റുമാനൂർ കോട്ടമുറി ജൈനമ്മയെ 2024 ഡിസംബർ 23 മുതലായിരുന്നു കാണാതായത്. 28-ന് സഹോദരൻ സാവിയോ മാണിയും പിന്നീട് ഭർത്താവ് അപ്പച്ചനും പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി പള്ളിപ്പുറത്തായിരുന്നു കണ്ടെത്തിയത്. ഇതേ തുടർന്ന് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലുമായി. 3 മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിങ്കളാഴ്ച പറമ്പിലെ കുഴിയിൽ നിന്നും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താനായത്. കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ ഫോറൻസിക് ലാബിൽ സൂക്ഷിക്കും െന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും 2 സ്ത്രീകളെ കാണാതായ കേസ്, 2 കേസുകളും അന്വേഷണം നടക്കുന്നു. അതിനിടെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിരിക്കുന്നു. ദുരൂഹത ശക്തി പ്രാപിക്കുന്നുണ്ട്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടേതാകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. നേരത്തെയും പലതവണ പോലീസ് മാത്രമല്ല ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറം ചെങ്ങന്തറയിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. വീടിന്റെ പല ഭാഗത്തും കുഴിച്ചും വീടിനുള്ളിൽ പല രീതിയിൽ നടത്തിയ പരിശോധനകളിലൊന്നും ഇത്തരത്തിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവരെ കണ്ടെത്തുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയോ എന്നതിന്റെ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. 2017 അവസാനം ഇയാളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു. പക്ഷേ ഇയാൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി. നുണ പരിശോധനയ്ക്ക് അനുമതി തേടി കോടതിയെ സമീപിച്ചു. പക്ഷേ സെബാസ്റ്റ്യൻ വിസമ്മതിച്ചു. അതുകൊണ്ട് നുണ പരിശോധന നടത്താൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഇതാ പള്ളിപ്പുറത്ത് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ പുരയിടത്തിലെ വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ സ്വീകരണ മുറിയിൽ രക്തക്കറ കണ്ടെത്തുകയും ചെയ്തു. ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധരും വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഈ കാണാതായ ജൈനമ്മയുടെ ഫോണിൽ നിന്നും കഴിഞ്ഞ ഞായറാഴ്ചയും സഹോദരിക്ക് കോൾ വന്നതാണ്. മിസ് കോൾ ആണ് എത്തിയത്. തുടർന്ന് ഇവർ വിവരം ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ടവർ ലൊക്കേഷൻ മേലുകാവിലാണെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്ന് അന്വേഷണ സംഘവും ബന്ധുക്കളും അന്വേഷണം
നടത്തി, പക്ഷേ വിവരമൊന്നും കിട്ടിയിരുന്നില്ല. അന്വേഷണം വഴി തെറ്റിക്കാനും ജയനമ്മ മേലുകാവ് ഭാഗത്തുണ്ടെന്ന് വിശ്വസിപ്പിക്കാനും സെബാസ്റ്റ്യന്റെ അറിവോടെയാണ് ഫോൺ വിളി ആസൂത്രണം ചെയ്തത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ വിലയിരുത്തൽ. എന്തായാലും ഈ അസ്ഥികൂടം ആരുടേതാണ്, വീട്ടിലെ രക്തക്കറ, സ്വീകരണമുറിയിൽ രക്തക്കറ എങ്ങനെ വന്നു, ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ്. നിർണായകമായ ഒരു കേസിലാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിനിടെ ഈ ഒരു അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ബിന്ദുവിൻ്റെതാണോ ജയനമ്മയുടേതാണോ ഈ അസ്ഥികൂടം എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും സെബാസ്റ്റ്യൻ ആ 2 സ്ത്രീകളെയും എന്ത് ചെയ്തു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. മൃതദേഹം കൂടുതൽ അന്വേഷണത്തിനായി മാറ്റിയിട്ടുണ്ട്. ബിന്ദുവിന്റെ പേരിൽ ഇടപ്പള്ളിയിലെ ഭൂമി വ്യാജ പ്രമാണം ഉണ്ടാക്കി കൈമാറ്റം നടത്തിയ കേസിലും പ്രതിയാണ് സെബാസ്റ്റ്യൻ. ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യന്റെ ജീവിത പശ്ചാത്തലം മെച്ചപ്പെട്ടുവെന്നും സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന സെബാസ്റ്റ്യന് വൻതോതിൽ പണം ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.